മുടിയുടെ ടെക്സ്ചറെ മാറ്റിമറിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു പാക്കിൽ ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു അടിപൊളി ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഹെയർ ഫോളിക്കിളൊക്കെ സ്ട്രോങ് ആക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി ഹെൽത്തി ആക്കാനുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഓരോ ഫോളിക്കിളും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മളൊരു ഷാംപൂ യൂസ് ചെയ്ത ഒരു റിസൾട്ട് തന്നെയാണ് ഇതിന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു പാക്കിൽ ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. സ്പ്ലിറ്റൻസ് വരാതിരിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനായിട്ട് നമ്മൾ വീക്കിലി നമ്മൾ ഇതേപോലെയുള്ള ഒരു ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക. വീക്കിലി ഇതേപോലെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നനഞ്ഞ മുടി ചീകാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ നനഞ്ഞ മുടി തന്നെ നമ്മൾ കെട്ടിവെക്കുമ്പോൾ മുടിക്കായ വരാനൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീക്കിലി നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിഡിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മുടിക്ക് ഉള്ളു കൂടുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശരണ്യ. നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത് വീഡിയോ, ബ്യൂട്ടി വ്ളോഗ്സുകളൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പാക്കിന് വേണ്ടത് ഒരേ ഒരു പഴവും ഒരു മുട്ടയും മാത്രമാണ് വേണ്ടതുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ ഞാനിത് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അരിച്ചെടുക്കാണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഡിസ്ചാർജ് ഒക്കെ നമ്മുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡീപ്പ് ഹെയർ ഓയിലിംഗ് വേണ്ട, ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ജടയൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ പാർട്ടീഷനായിട്ട് നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്കാൽപ്പിൽ നല്ല രീതിക്ക് അബ്സർവ് ആവുള്ളൂ. സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊട്ടാസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ ഹെയർ നന്നായി സ്ട്രെങ്തൻ ആക്കാനും ഹെയർ ഫോളിക്കൽ സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈനസ് റെഡ്യൂസ് ചെയ്യാനും ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ്. കൂടാതെ ഈ ഒരു പാക്ക് നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ നല്ല സോഫ്റ്റ് ആക്കാനും നല്ലൊരു ഷൈനിങ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ്. കോൾഡൊക്കെ ഉണ്ടെങ്കിൽ അധികം ടൈം വെച്ചിരിക്കരുത്. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. കിഡിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂ കേട്ടോ.